on vice president ആർട്ടിക്കിൾ 63 to 71 ആണ്. അപ്പോ അറിയാം പ്രസിഡന്റ് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ വൈസ് പ്രസിഡന്റ്. ഓക്കെ, അപ്പോ ഇത് ഇദ്ദേഹം ആണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു, 13th ആൻഡ് കറന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ചെയർമാൻ ഓഫ് രാജ്യസഭ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വൈസ് പ്രസിഡന്റ് ഈസ് ദി ചെയർമാൻ ഓഫ് രാജ്യസഭ. എലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് എലക്ഷൻ പ്രസിഡന്റിന്റെ പോലെ തന്നെയാണ്. ഡയറക്ട്ലി എലക്റ്റഡ് ഇല്ല, ഇൻഡയറക്ട്ലി ആണ് എലക്ട് ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റിനെ പോലെ അല്ല പ്രസിഡന്റിനെ പോലെ തന്നെ ഇൻഡയറക്ട്ലി ആണ് എലക്ട് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ പ്രസിഡന്റിന്റെ എലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടത്തെ എന്ത് വ്യത്യാസമാണെന്ന് നോക്കാം. പ്രസിഡന്റിനെ പോലെ തന്നെ ഇൻഡയറക്ട്ലി ആണ് എലക്ട് ചെയ്യുന്നത്. ജനങ്ങൾ ഡയറക്റ്റ് അല്ല ഒരിക്കലും വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് എലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ്. പ്രസിഡന്റിന്റെ കേസിൽ പാർലമെന്റ് എന്ന് വെച്ചാൽ ലോക്സഭ, രാജ്യസഭ. പ്രസിഡന്റിന്റെ കേസിൽ എലക്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ്, നോമിനേറ്റ് ചെയ്തിട്ടുള്ളവരെ ഒരിക്കലും വോട്ടിടാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ, നോമിനേറ്റ് ചെയ്യും. ലോക്സഭയിലോട്ടും രാജ്യസഭയിലോട്ടും കുറച്ചുപേരെ നോമിനേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോ നോമിനേറ്റ് ചെയ്തവർക്കും കൂടെ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷന് വോട്ടിടാൻ ഒക്കും. പിന്നെ രണ്ടാമത്തെ കേസ്, പ്രസിഡന്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എല്ലാ MLA മാർക്ക് വോട്ട് ചെയ്യാം. അതിന്റെ വാല്യൂ ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ വൈസ് പ്രസിഡന്റിന്റെ കേസിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് MLA മാർക്ക് വോട്ടില്ല. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. വൈസ് പ്രസിഡന്റിന് MPs ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭയിലെ നോമിനേറ്റഡിനും ഇലക്ടഡിനും വോട്ടിടാം. പക്ഷെ പ്രസിഡന്റിനായിരുന്നെങ്കിലോ, പ്രസിഡന്റ് ആണെങ്കിൽ ഓൺലി ഇലക്ടഡ് ആയിരുന്നു. വൈസ് പ്രസിഡന്റിന് MLA മാരെ വോട്ടിംഗ് ഇല്ല, അല്ലെങ്കിൽ MLA മാർക്ക് വോട്ടിടാൻ പറ്റത്തില്ല. പക്ഷെ പ്രസിഡന്റിന് MLA മാരുടെയും കൂടെ വോട്ടുണ്ടായിരുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ ഡൗട്ട് ആൻഡ് ഡിസ്പ്യൂട്ട് നേരത്തെ പോലെ തന്നെയാണ് സുപ്രീം കോർട്ടാണ്. അത് ഏത് ടോപ്പ് മോസ്റ്റ് ഇലക്ഷൻ ആയാലും തീരുമാനം എടുക്കുന്ന ആരായിരിക്കും? സുപ്രീം കോർട്ടായിരിക്കും. ഓത്ത് ഓഫ് ഓഫീസ് ടു ദി വൈസ് പ്രസിഡന്റ്. അപ്പൊ വൈസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ആരെ മുമ്പിൽ വെച്ചായിരിക്കും എന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ മുമ്പിൽ. നേരത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലായിരുന്നു. ക്വാളിഫിക്കേഷൻ ടു ബിക്കം വൈസ് പ്രസിഡന്റ് എന്തായിരുന്നു? സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കും. നേരത്തെ പോലെ തന്നെ കുറെയൊക്കെ സിമിലാരിറ്റി വരും. ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 years, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. മെമ്പർ ഓഫ് രാജ്യസഭ എന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഹി ഷുഡ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ എന്ത് ചെയ്യണം? ബഹുമാനിക്കുന്ന ആളായിരിക്കണം. ഗുഡ് ക്യാരക്ടർ ആയിരിക്കണം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ആക്ച്വലി പക്ഷെ രാജ്യസഭയില് 35 വയസ്സ് കൂടാതെ ബാക്കി ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. രാജ്യസഭയിലെ 35 വയസ്സും വേണം. ബാക്കി രാജ്യസഭയിലെ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടാവണം. കാരണം എന്തെന്നറിയാമോ? ആക്ച്വലി രാജ്യസഭയിലെ മെമ്പർ ആവാൻ 30 വയസ്സ് മതി. പക്ഷെ വൈസ് പ്രസിഡന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 35 വയസ്സുണ്ടാവാം. പിന്നെ അതേപോലെ കുറെ കാര്യങ്ങൾ രാജ്യസഭയുടെ വേറെ ഒന്നുമില്ല. നമ്മളെ സോവറിനിറ്റി അപ്ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ ആളായിരിക്കണം. ഇന്റഗ്രിറ്റി അപ്ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെയൊക്കെ കുറെ കണ്ടീഷൻ. അത്രേ ഉള്ളൂ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നേരത്തെ അതേ രീതി പറയുന്ന കണക്ക് ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മളെ ലോക്കൽ അതോറിറ്റിയിലെ ഒന്നും പൈസ കിട്ടുന്ന ഒരു പോസ്റ്റും ഉണ്ടാവാൻ പാടില്ല. അതായത് വൈസ് പ്രസിഡന്റിന് ഒരു സ്ഥലത്തെ MLA-യോ MP-യോ നമുക്ക് വേണമെങ്കിൽ കൗൺസിലറോ ഒന്നും ആവാൻ പാടില്ല. വേറെ ഒരു വരുമാനവും ഉണ്ടാവാൻ പാടില്ല. ഒരു പ്രോഫിറ്റും വേറെ ഒരു ഓഫീസിൽ നിന്ന് കിട്ടരുത്. ഓക്കെ, ഇനി നോമിനേഷൻ ഓഫ് എ കാൻഡിഡേറ്റ് ഫോർ എലക്ഷൻ ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റിന് എത്രയാണ്? 20 ഇലക്ടേഴ്സ്. 20 പേര് പ്രൊപ്പോസും ചെയ്യണം, 20 പേര് സെക്കൻഡ് ചെയ്യണം. 20 പ്രൊപ്പോസറും 20 സെക്കൻഡ് ചെയ്യണം. ആരാണ് സെക്കൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാലോ? MPs ഓഫ് രാജ്യസഭ, ബോത്ത് ഇലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് MPs ഓഫ് രാജ്യസഭ ആസ് വെൽ ആസ് ലോക്സഭ. ഇനി ടേം ഓഫ് ഓഫീസ്. ടേം ഓഫ് ഓഫീസ് ഒരുവിധമുള്ള എല്ലാവർക്കും 5 years തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ റിസൈൻ ചെയ്യാം അതിന് മുമ്പ്. പിന്നെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റിനെ പോലെ ഇംപീച്ച്മെന്റ് ഒന്നും അല്ല, പാസ്ഡ് ബൈ മെജോറിറ്റി. അത്രേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്ച്വലി വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
കാരണം റിമൂവ്ഡ് ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ്. അതായത് ഇപ്പോൾ എത്ര പേരുണ്ട് അവരിൽ പകുതി കൂടുതൽ പേര് പകുതി കൂടുതൽ പേര് വോട്ടിട്ടാൽ മതി. രാജ്യസഭയും ലോക്സഭയും പാസ്സാവണം. ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ആദ്യം ഈ ബില്ല് റെസൊല്യൂഷൻ എവിടെയാണ് പാസ്സാവേണ്ട? രാജ്യസഭയിൽ. കാരണം എന്താണ്? രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ആയതുകൊണ്ട് ആദ്യം രാജ്യസഭയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത്. വെച്ചാൽ എന്താണ്? അപ്പൊ നോക്കിയേ, രാജ്യസഭയിൽ എഫക്റ്റീവ് മൈനോറിറ്റി വേണം, ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റി മതി. സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാൽ വേറെ വലിയ കാര്യമൊന്നുമില്ല. സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ സാധാരണ 50% ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇപ്പൊ എത്ര മെമ്പേഴ്സ് അവിടെ ഉണ്ട്? സിമ്പിൾ മെജോറിറ്റി എന്താണെന്ന് പറയുന്നത് ഇപ്പൊ അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്. ലോക്സഭയുടെ കേസ് ലോക്സഭ ബൈ സിമ്പിൾ മെജോറിറ്റിയാണ്. അപ്പൊ ലോക്സഭയിൽ ഇപ്പോ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ്, അല്ല മൊത്തത്തിലുള്ള സ്ട്രെങ്ത് അല്ല. ഇപ്പൊ ഒരു 500 പേരുണ്ടെന്ന് വെക്കുക. ഓക്കെ, ഇപ്പൊ 500 പേരുണ്ട്. 500 പേരും വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ 251 കിട്ടിയാൽ എന്ത് സംഭവിക്കും? ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റി വെച്ച് പാസ്സാവും. വേറെ രീതിയിൽ ആലോചിക്കുക, ഇപ്പൊ 500 പേരുണ്ട്, 500 പേര് പ്രസന്റ് ആണ്, പക്ഷെ 20 പേര് വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് വെക്കുക. 20 പേര് വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പൊ എത്രയായി? 480 പേരെ ഇൻഎഫക്ട് വോട്ടിടുന്നുള്ളൂ. 500 പേരുണ്ടെങ്കിലും ഇൻഎഫക്ട് വോട്ടിടുന്ന എത്രയാണ്? 480 പേര്. അങ്ങനെയാണെങ്കിൽ 240 പകുതിയായി +1 241 പേര് വോട്ടിട്ടാൽ എന്ത് സംഭവിക്കും? സിമ്പിൾ മെജോറിറ്റി കിട്ടും ലോക്സഭയിൽ. ഇനി എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വെച്ചാൽ more than 50% of the effective strength of the house. More than 50% of the effective strength of the house. അതായത് ഓക്കെ, അപ്പൊ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതായത് ഓൾ ദി ദെൻ മെമ്പേഴ്സ്. ഒരു സെക്കൻഡ്, അതില് ഓക്കെ, എഫക്റ്റീവ് മെജോറിറ്റി. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വെച്ചാൽ മോർ ദാൻ 50% ഓഫ് എഫക്റ്റീവ് സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ് എന്ന് വെച്ചാൽ ഓൾ ദി ദെൻ മെമ്പേഴ്സ്. അപ്പോൾ അവിടെ എത്ര പേരുണ്ട്? അതിന്റെ 50%-നേക്കാൾ കൂടുതൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രാജ്യസഭയുടെ കേസ് നമുക്കറിയാം 245 ടോട്ടൽ സ്ട്രെങ്ത് ഉള്ളത്. 45 പേര് ഇല്ല എന്ന് വെക്കുക. 45 പേര് ഇല്ല. അപ്പൊ എത്ര പേരുണ്ട് അവിടെ? പ്രസന്റ്ലി 200 പേരുണ്ട്. അപ്പോ എഫക്റ്റീവ് മെജോറിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 200ന്റെ പകുതി എത്രയാ? 100 + 1 101 കിട്ടിയ എഫക്റ്റീവ് മെജോറിറ്റി കിട്ടും. ഇപ്പൊ സിമ്പിൾ മെജോറിറ്റി ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ മെജോറിറ്റി ആയപ്പോ എത്ര പേരവിടെ ഉണ്ട്? ആൻഡ് വോട്ടിംഗ് ആണ്. 50% ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. വോട്ട് ചെയ്യുന്നവരെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിന്റെ മെജോറിറ്റി കിട്ടണം. പക്ഷെ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എത്ര പേര് അവിടെ ഉണ്ട്, അവര് വോട്ടോ ഇല്ലേന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ 200 പേരുണ്ടെങ്കിൽ ആ 200ന്റെ പകുതി എത്രയാണ്? 100 + 1 101 കിട്ടിയാൽ മതി. ക്ലിയർ ആയല്ലോ? ഇപ്പൊ സിമ്പിൾ മെജോറിറ്റി ആണെങ്കിൽ വോട്ടിടുന്നവരെ പകുതിയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വെച്ചാൽ അവിടെ അപ്പോഴുണ്ടായിരുന്നവരുടെ പകുതി +1 കിട്ടണം, എങ്കിലേ എഫക്റ്റീവ് മെജോറിറ്റി ആവും. ക്ലിയർ ആയല്ലോ? അത്രേ ഉള്ളൂ. മറ്റേന്ന് വെച്ചാൽ വന്നിട്ട് വിട്ട് നിൽക്കുന്നവരെ അവർ കൺസിഡർ ചെയ്യത്തില്ല. പക്ഷെ എഫക്റ്റീവ് മെജോറിറ്റിയുടെ കേസിൽ എന്താണ്? വന്നിട്ട് വിട്ട് നിന്നാലും അവർ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കൺസിഡർ ചെയ്യും. അതിന്റെ പകുതി +1 കിട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് മെജോറിറ്റീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മെജോറിറ്റീസ് ഒക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സിമ്പിൾ മെജോറിറ്റിയും ഈ എഫക്റ്റീവ് മെജോറിറ്റിയും മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നേരത്തെ പ്രസിഡന്റിന്റെ പറഞ്ഞതുപോലെ തന്നെ 14 ദിവസം മുമ്പ് അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിരിക്കണം റിമൂവ് ചെയ്യണമെങ്കിലും. ആരെയാണ്? വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെങ്കിലും 14 days അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിരിക്കണം.
പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആണ്, രാജ്യസഭ ചെയർമാൻ ആണ്. ഓക്കെ, അതായത് ലോക്സഭ സ്പീക്കറിനുള്ളത് തന്നെ രാജ്യസഭയിൽ എല്ലാ പവേഴ്സും ആർക്കുണ്ടാവും? വൈസ് പ്രസിഡന്റിനുണ്ടാവും. ഓക്കെ, സ്പീക്കർ, ലോക്സഭയിലെ സ്പീക്കറിന് തുല്യമായ എല്ലാ പവറും രാജ്യസഭയിൽ ആർക്കുണ്ടായിരിക്കും? എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആയതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. പിന്നെ പ്രസിഡന്റ് ഇല്ലാത്ത ഒരവസ്ഥ, പ്രസിഡന്റ് ഒന്നുകിൽ വയ്യായ്മ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യുകയോ പ്രസിഡന്റിന്റെ ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടാകുന്നു, അതായത് പ്രസിഡന്റ് ഇല്ലാത്തൊരവസ്ഥ, ആ സമയത്ത് ഹി ക്യാൻ ബി ദി പ്രസിഡന്റ്. പക്ഷേ മാക്സിമം 6 months വരെ പറ്റൂ കേട്ടോ, അല്ലാതെ ഇങ്ങനെ പ്രസിഡന്റ് ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ കുറെ നാൾ കൊണ്ട് പറ്റത്തില്ല. മാക്സിമം ഒരു 6 മാസം വരെ പറ്റൂ, അതിനകം ഒരു പുതിയ പ്രസിഡന്റ് ഇലക്ട് ചെയ്തിരിക്കണം. ഇനി പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ചെയർമാന്റെ റോളൊന്നും, രാജ്യസഭയിലെ ചെയർമാന്റെ റോളൊന്നും ഏറ്റെടുക്കത്തില്ല. ഇത് എന്താണ്, വൈസ് പ്രസിഡന്റിന്റെ സാലറി എന്ന് പറയുന്നത് ഇപ്പോഴത്തേതില് 4 lakh ആണ്. ഇപ്പോഴത്തേല് 4 lakh rupees പെർ മന്ത് ആണ് ആരാ, വൈസ് പ്രസിഡന്റിന്റെ സാലറി എന്ന് പറയുന്ന. പ്രസിഡന്റിന്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, 5 lakh ആയിരുന്നു പെർ മന്ത്. ഇനി വൈസ് പ്രസിഡന്റിന്റെ ചാർജ് ഏറ്റെടുത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റിന് കിട്ടുന്ന സാലറിയും അലവൻസും എല്ലാം ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന് എന്ത് കിട്ടുന്നോ അത് തന്നെയാണ് ഇഫ് ഹി ഈസ് വർക്കിംഗ് ആസ് ആക്ടിംഗ് പ്രസിഡന്റ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴെല്ലാം വൈസ് പ്രസിഡന്റിന്റെ സാലറിയും ആനുകൂല്യവും എല്ലാം കിട്ടുന്ന, പക്ഷെ പ്രസിഡന്റിന്റെ തന്നെ ആയിരിക്കും കിട്ടുന്നത് ആ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം. എന്നിട്ട് വീണ്ടും പ്രസിഡന്റ് വന്ന് വീണ്ടും വൈസ് പ്രസിഡന്റിലോട്ട് പോകുമ്പോൾ പഴയതുപോലെ വീണ്ടും വൈസ് പ്രസിഡന്റിന്റെ സാലറിയും അലവൻസും ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി വൈസ് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും രാജ്യസഭയുടെ കാര്യം നോക്കുന്നത്? ആരായിരിക്കും? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആയിരിക്കും അത് നോക്കുന്നത്. ഇനി ആർട്ടിക്കിൾസ് ഒറ്റ ഗ്ലാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 63 to 71 ആണ്. എന്താണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ 63 എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആവണം ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭ ഒന്നാണ് കേട്ടോ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആവണമെന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 64. ആർട്ടിക്കിൾ 65 വൈസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേക്കൻസി, പ്രസിഡന്റിന്റെ വേക്കൻസി എന്നാൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് 65. എലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 66. എത്ര വർഷമാണ് വൈസ് പ്രസിഡന്റ് ടേം ഓഫ് ഓഫീസ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് 67. ടൈം ഓഫ് ഹോൾഡിംഗ് എലക്ഷൻ ടു ഫിൽ വേക്കൻസി ഇൻ ദി ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്. അപ്പോ അതായത് എത്ര നാൾ വേക്കന്റ് ആയിട്ട് കിടക്കാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏതാണ്? വൈസ് പ്രസിഡന്റ് ഓഫീസ് തീരുമാനിക്കുന്നത് എന്തായിരുന്നു? 68. ആർട്ടിക്കിൾ 68 ടൈം ഓഫ് ഹോൾഡിംഗ് ഇലക്ഷൻ ടു ഫിൽ വേക്കൻസി ഇൻ ദി ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്. അപ്പൊ എത്ര നാള് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 68. ഓത്ത് ഓഫ് വൈസ് പ്രസിഡന്റ് അല്ലെ, ഓത്ത് ഓഫ് വൈസ് പ്രസിഡന്റ് മുമ്പേ ഓത്ത് ചെയ്യുന്ന കാര്യങ്ങളും അതിനെ കുറിച്ച് പറയുന്ന 69. ഡിസ്ചാർജ് ഓഫ് പ്രസിഡന്റ്സ് ഫങ്ഷൻസ് ഇൻ അതർ കണ്ടിജൻസീസ്. അപ്പോ പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് അല്ലെ, പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് എപ്പോഴൊക്കെ ഇത് ചെയ്യാന്നുള്ളത് പറയുന്നത് ആർട്ടിക്കിൾ 70. പിന്നെ ബാക്കി മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഓർ കണക്റ്റഡ് വിത്ത് ദി ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ. ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് പറയുന്ന 66. മാറ്റേഴ്സ് റിലേറ്റഡ് ടു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ആർട്ടിക്കിൾ 71. ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫുൾ വേണ്ട, അതുകൊണ്ടാണ് അതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാത്ത. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇത്ര ആർട്ടിക്കിളാണ് ഉള്ളത്. ഓക്കെ.